ഹായ് എവ്രി വൺ, എല്ലാവർക്കും KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഡിഗ്രിയിലെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പി സെയ്നാഥിൻ്റെ ദ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഇക്വാലിറ്റി എന്ന ആർട്ടിക്കിളിൻ്റെ സമ്മറിയാണ് ഇവിടെ പറയുന്നത്. The Globalization of Inequality is an article by P. Seinath. P. Seinath എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ദ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഇക്വാലിറ്റി. ഇത് പ്രസിദ്ധീകരിച്ചത് 2004 എന്ന് പറയുമ്പോൾ 2004. At the beginning of the article, P. Seinath quotes the words of James Wolfensohn. അപ്പോൾ ഈ ആർട്ടിക്കിളിൻ്റെ തുടക്കത്തിൽ പി സെയ്നാഥ് ജെയിംസ് വൂൾഫൻസോഹൻ പറയുന്ന വാക്കുകൾ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. ജെയിംസ് വൂൾഫൻസോഹൻ എന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ അമേരിക്കൻ വക്കീലാണ്. അതുപോലെ അദ്ദേഹം വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. James Wolfensohn says that one can see inequality everywhere. അപ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാ മേഖലകളിലും ഒരാൾക്ക് അസമത്വം കാണാം. A few people dominate the world. ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് വളരെ കുറച്ചു പേരാണ്. People are facing inequality. ജനങ്ങൾ അസമത്വം നേരിടുന്നു. Inequality has conquered almost all realms. ഏകദേശം എല്ലാ മേഖലകളെയും അസമത്വം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. This inequality has sprouted out to a great extent within these 15 years. പി സെയ്നാഥ് പറയുന്നത് ഈ 15 വർഷത്തിൻ്റെ അകത്താണ് അസമത്വം ഇത്രയും ഭയങ്കരമായിട്ട് വളർന്നത്. 15 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2004 ഈ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ ടൈമിലെ കാര്യങ്ങളാണ് പറയുന്നത് ഇദ്ദേഹം. One can see inequality in getting jobs, salary, healthcare, food resources, security, social status, individual freedom, satisfying basic needs, etc. ജോലി നേടുന്നതിന്, ശമ്പളത്തിൽ, അതുപോലെ ആരോഗ്യ പരിപാലനത്തിൽ, ആഹാരം കിട്ടുന്നതിൽ, സുരക്ഷിതത്വം, സാമൂഹ്യ സ്ഥാനങ്ങൾ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതുപോലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നത്, ഈ മുതലായ കാര്യങ്ങളിലെല്ലാം എന്താണ് നമുക്ക് അസമത്വം കാണാം. The 21st century is witnessing globalization, especially corporate globalism. 21ാം നൂറ്റാണ്ട് ആഗോളവൽക്കരണം ത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഗ്ലോബലിസം. കോർപ്പറേറ്റ് ഗ്ലോബലിസം എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് ലോകത്തിൻ്റെ പല ഭാഗത്ത് എന്താണ് അവർ കമ്പനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, എന്നിട്ട് എന്താണ് അവരത് വിൽക്കുന്നു. Multinational companies are making and selling products globally. അപ്പോൾ പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു, അതവർ ആഗോളതലത്തിൽ തന്നെ അത് വിൽക്കുകയും ചെയ്യുന്നു. They are doing this for getting corporate profits, not for catering to people's demands. അപ്പോൾ അവർക്ക് ലാഭം കിട്ടുവാൻ വേണ്ടിയാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ല. It has resulted in creating income inequality among people. അപ്പോൾ ഇതിൻ്റെ അനന്തര ഫലമെന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ വരുമാനത്തിൻ്റെ പേരിൽ അസമത്വങ്ങൾ കൂടുവാൻ തുടങ്ങി. By 1998, it had been found out that the top quintile had 86% of goods and services, but the bottom quintile had 1.3%. അപ്പോൾ ഈ സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ബോട്ടം ഫിഫ്ത്ത് അല്ലെങ്കിൽ ബോട്ടം ക്വിൻറ്റൈൽ, എന്താണ് ടോപ്പ് ക്വിൻറ്റൈൽ എന്നൊക്കെ പറഞ്ഞുതരാം. ഈ വരുമാനത്തിൻ്റെ പേരിൽ ജനസംഖ്യയെ 5 പാർട്ടായിട്ട് നമ്മൾ വേർതിരിക്കുന്നു. 20% ഭയങ്കര വരുമാനമുള്ളവരാണ് ടോപ്പ് ക്വിൻറ്റൈലിൽ വരുന്നത്. ദെൻ ലോവസ്റ്റ് ഇൻകം എന്ന് പറയുമ്പോൾ വരുമാനം വളരെ കുറച്ചുള്ളവരാണ് ബോട്ടം ഫിഫ്ത്ത് അല്ലെങ്കിൽ ബോട്ടം ക്വിൻറ്റൈലിൽ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. 1998 ആയപ്പോഴേക്കും എന്താണ് ടോപ്പ് ക്വിൻറ്റൈൽക്കാർ 86% സാധനങ്ങളും സർവീസുകളും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി. എന്നാൽ ബോട്ടം ക്വിൻറ്റൈൽ വരുമാനം വളരെ കുറച്ചുള്ളവരാണ് ഉള്ളത്.
അവർ ഗുഡ്സ് ആൻഡ് സർവീസുകൾ എത്രയാണ് ഉപയോഗിക്കുന്നത്? 1.3% മാത്രം, വളരെ കുറച്ച്. ഓക്കെ, അവിടെ നമുക്ക് ഇംഗത്തിൻ്റെ പേരിലുള്ള അസമത്വം കാണാം. By 2003, the top CEOs were highly paid. 2003 ആയപ്പോഴേക്കും എന്താണ്, ടോപ്പ് സിഇഒസിന് ഭയങ്കര ശമ്പളം കിട്ടി. ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷനിൽ വരുന്നവരാണ് ഈ സിഇഒസ്. ഫോർ ഇൻസ്റ്റൻസ്, Richard Grasso, the chief executive of the New York Stock Exchange, got $140 million as his salary. അതിന് ഉദാഹരണമാണ് റിച്ചാർഡ് ഗ്രാസോ. അദ്ദേഹം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അദ്ദേഹത്തിന് ആ സമയം കിട്ടിയ ശമ്പളം എത്രയാണ്? $140 million. At the same time, 12.4% of the American population faced poverty. ഇതേ സമയം 12.4% അമേരിക്കൻ ജനസംഖ്യ പട്ടിണി നേരിട്ടു. Then, with the disbanding of the USSR in 1991, GDP had fallen to 42%. അപ്പോൾ USSR 1991 ആയപ്പോഴേക്കും തകർന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ തീയതി ഒന്ന് നോക്കി വയ്ക്കുക. ഞാൻ നോക്കിയപ്പോൾ പല തീയതിയാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇയർ മാത്രം മെൻഷൻ ചെയ്തത്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR തകർന്നപ്പോൾ അവിടുത്തെ GDP 42% പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു. GDP കുറഞ്ഞാൽ പ്രശ്നമാണ്. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഔട്ട്പുട്ടാണ് ഈ GDP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So to recover from this, Russia introduced shock therapy and market fundamentalism in the 1990s. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 1990-കളിൽ റഷ്യ ഷോക്ക് തെറാപ്പിയും മാർക്കറ്റ് ഫണ്ടമെന്റലിസവും ആ രാജ്യത്തിൽ നടപ്പിലാക്കി. ഷോക്ക് തെറാപ്പി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു രാജ്യത്തിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? സാമ്പത്തികപരമായ നയങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൈവശം ഒരുപാട് കാര്യങ്ങളൊക്കെ കാണും. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. അതിനെയൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്യും, സ്വകാര്യവൽക്കരണം ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ബാങ്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സാമ്പത്തിക ബാധ്യം വരുമ്പോൾ ഇത് പ്രൈവറ്റ് കമ്പനികൾക്കോ പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തിക്കോ വിൽക്കും. ഇതൊരു ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. ഓക്കെ, സോ ദാറ്റ് ഇത് ചെയ്യുന്ന എന്തിനാണ്? എത്രയും വേഗം സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയാണ്. ദെൻ ഇപ്പോൾ മാർക്കറ്റ് ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് ഇത് സെയിം ഇതാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൽ സാമ്പത്തികപരമായും അതുപോലെ തന്നെ സാമൂഹ്യപരമായും പ്രശ്നം നടക്കുന്നു. അപ്പോൾ അവരവിടെ എന്ത് ചെയ്യും? ഫ്രീ മാർക്കറ്റ് പോളിസീസ് ഇംപ്ലിമെൻ്റ് ചെയ്യും. ഫ്രീ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ സ്വതന്ത്ര വിപണിയിലെ നയങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതിൻ്റെയും ഉദ്ദേശം എത്രയും വേഗം സാമ്പത്തികമായിട്ട് ഈ രാജ്യം മുന്നോട്ട് വരാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു നോക്കാം. റഷ്യൻസ് ഫേസ്ഡ് പോവർട്ടി ആൻഡ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ്. റഷ്യക്കാരുടെ ഇടയിൽ ദാരിദ്ര്യം കൂടി, അതുപോലെ തന്നെ അവർ മാനസികപരമായും ശാരീരികപരമായും പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. Owing to this, lots of Russians died. ഈ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് റഷ്യക്കാർ മരിച്ചു. From 2000 to 2001, 300 Russians in Moscow lost their lives due to a fall in body temperature because of cold. അപ്പോൾ 2000-ലും 2001-നും ഇടയ്ക്ക് മോസ്കോയിൽ ജീവിച്ച 300 റഷ്യക്കാർ അവരുടെ ശരീരത്തിൽ തണുപ്പ് കാരണം ടെമ്പറേച്ചർ കുറഞ്ഞ് മരിച്ചു. ഈ തണുപ്പ് കാരണം ടെമ്പറേച്ചർ കുറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഓക്കെ, at the same time, wealthier Russians in Moscow bought Mercedes-Benz. എന്നാൽ ഇതേ കാലയളവിൽ മോസ്കോയിലെ പണക്കാരായ റഷ്യക്കാർ മെർസിഡസ് ബെൻസുകൾ വാങ്ങിച്ചു. These clearly show the rich-poor divides. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പണക്കാരും പാവപ്പെട്ടവരുടെയും ഇടയിൽ അസമത്വമുണ്ട്. ഗ്ലോബലൈസേഷൻ കാരണം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. The same is happening in China.
ചൈനയിലും ഇതേ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. The rich are flourishing and the poor are facing extreme poverty. ചൈനയിലും എന്താ നടക്കുന്നത്? പണക്കാര് വളരെ നന്നായിട്ട് സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് പോകുന്നു, എന്നാൽ പാവപ്പെട്ടവരോ ദാരിദ്ര്യം നേരിട്ട് കൊണ്ടിരിക്കുന്നു. Corruption and prostitution are increasing. അവിടെ അഴിമതിയും പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു. The rich poor divides can be seen in India too. ഇന്ത്യയിലും ഈ പണക്കാര് പാവപ്പെട്ടവര് എന്ന അസമത്വം കാണാൻ പറ്റുന്നു. Most of the Indians are leading a low standard of living. പി സൈനാഥ് പറയുന്നതാണ് എന്താണ്, ഇന്ത്യക്കാരുടെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ മോശമാണ്. മോൾ കൾച്ചർ ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ ബിഗാൻ ടു റൂട്ട് ഇൻ ഇന്ത്യ. അതേസമയം നമ്മുടെ ഇന്ത്യയിൽ മോൾ കൾച്ചറും കോർപ്പറേറ്റ് കൾച്ചറും കൂടിക്കൊണ്ടിരിക്കുന്നു. മോൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ മോൾസിലേക്ക് പോകുന്ന പ്രവണത, അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, പിന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു, കോർപ്പറേറ്റ് പ്രോഡക്ട്സിനെയൊക്കെ വാങ്ങിക്കുന്നു, കോർപ്പറേറ്റ് ജീവിത രീതിയൊക്കെ അനുകരിക്കുന്നു. അതാണ് ഈ മോൾ കൾച്ചർ കോർപ്പറേറ്റ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിച്ചത്. These show how corporate globalization is influencing Indians. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് കോർപ്പറേറ്റ് ഗ്ലോബലൈസേഷൻ ഇന്ത്യക്കാരെ സ്വാധീനിക്കുന്നത്. ഇന്ത്യ ഈസ് ആൻ അഗ്രികൾച്ചറൽ കൺട്രി. ഇന്ത്യ എന്ന് പറയുന്നത് കൃഷി സംബന്ധമായ ഒരു രാജ്യമാണ്. ഗ്ലോബലൈസേഷൻ ഹിറ്റ് ഹാർഡ് ഇൻ ഇന്ത്യസ് അഗ്രികൾച്ചറൽ സെക്ടർ. അതുകൊണ്ട് തന്നെ ആഗോളവൽക്കരണം ഇന്ത്യയുടെ കൃഷി മേഖലയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫാമേഴ്സ് ആർ നോട്ട് ഗെറ്റിംഗ് റൂറൽ ക്രെഡിറ്റ് ഫോർ ഫാമിംഗ്. കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി ലോണുകൾ കിട്ടുന്നില്ല. റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഫാമേഴ്സിന് വേണ്ടിയുള്ള ലോണുകൾ. സോ ദേ ആർ കമ്മിറ്റിംഗ് സൂയിസൈഡ്. അതുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, മോർ ദാൻ 2400 farmers committed suicide in Anantapur in the late 1990s. ഇതിന് ഉദാഹരണമാണ് 1990കളുടെ അവസാനത്തിൽ 2400 കൂടുതൽ കൃഷിക്കാർ അനന്തപൂരിൽ ആത്മഹത്യ ചെയ്തു. Indians, particularly Indian women, are facing food scarcity and health issues. പിന്നെ ഗ്ലോബലൈസേഷൻ കാരണം വേറൊരു പ്രശ്നം കൂടെ നടന്നു. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിട്ടു. അതുപോലെ തന്നെ അവർക്ക് ആഹാരവും കിട്ടുന്നില്ല. Then P. Saidnath points out the contradictions which he had seen in Indian society when Indians embraced globalization. ഇന്ത്യക്കാര് ആഗോളവൽക്കരണം സ്വീകരിച്ചപ്പോൾ ഇന്ത്യൻ സമൂഹങ്ങളിൽ നടക്കുന്ന പരസ്പര വൈരുദ്ധ്യം പി സൈദ്നാഥ് ചൂണ്ടിക്കാണിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് താഴെ നോക്കാം. Private schools, multi-specialty hospitals, food boutiques, malls, etc. are trying to replace government schools, ration shops, primary health centers, etc. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഗവൺമെൻറ് സ്കൂളുകൾ, റേഷൻ ഷോപ്പുകൾ, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് പ്രൈവറ്റ് സ്കൂളുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അതുപോലെ ഫുഡ് ബൊട്ടീക്സ്, മോൾസ് തുടങ്ങിയവ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരാൾ അസുഖം വന്ന് അവിടെ പോയി ചികിത്സ നേടുമ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കര ചിലവാണ്. എന്നാൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ അങ്ങനെയാണോ? അല്ല. Then also many Indian states are facing water scarcity. അതുപോലെ ഒരുപാട് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജലക്ഷാമം നേരിടുന്നു. Instead of saving water, Indians are making amusement water parks and golf courses. അപ്പോൾ ഈ ജലക്ഷാമം ഇങ്ങനെ നേരിടുന്നത് കൊണ്ട് ജലത്തിനെ നമ്മൾ സേവ് ചെയ്യുന്നതിന് പകരം ഇന്ത്യക്കാര് ഒരുപാട് അമ്യൂസ്മെന്റ് വാട്ടർ പാർക്സും ഗോൾഫ് കോഴ്സസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. When the writer was writing this article, Mumbai faced water scarcity. നമ്മുടെ റൈറ്റർ ഈ ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുംബൈയിൽ ജലക്ഷാമം അവിടുത്തെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. At the same time, 24 amusement water parks in Mumbai used 50 billion liters of water per day. എന്നാൽ ഇതേ കാലയളവിൽ മുംബൈയിലെ 24 അമ്യൂസ്മെന്റ് വാട്ടർ പാർക്സ് 50 ബില്യൺ ലിറ്റേഴ്സ്
ജലമാണ് ഓരോ ദിവസവും ഉപയോഗിച്ചത്. അവിടെ നിങ്ങൾക്ക് കോൺട്രഡിക്ഷൻസ് കാണാം. പിന്നെ ഗ്ലോബലൈസേഷന്റെ വേറൊരു പ്രശ്നമാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. പീപ്പിൾ ആർ പ്രോൺ ടു ഡിസീസസ്, പെർട്ടിക്കുലർലി സാർസ്. അതുപോലെ എന്താണ്, ആൾക്കാരുടെ ആരോഗ്യം നശിക്കുന്നു, അവർക്ക് രോഗങ്ങൾ വരുന്നു. സാർസ് പോലത്തെ രോഗങ്ങൾ, ഇൻഫെക്ഷ്യസ് ഡിസീസാണ് ഈ സാർസ്. സാധാരണ പനിയൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, അതുപോലെ ചുമ അങ്ങനത്തെ ഒക്കെ അസുഖമാണ്. ഓക്കെ. Since multi-speciality and private hospitals are arising, people are not consulting doctors. പക്ഷെ ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രികളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ രോഗം വന്നാലും മിക്കവരും ഡോക്ടറിനെ കാണിക്കുന്നില്ല. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, കാരണം ഇത് ചിലവേറിയ ഒരു കാര്യമാണ്. Thus, one can see inequality in the healthcare system. അങ്ങനെ നമുക്ക് ആരോഗ്യ പരിപാലന സംവിധാനത്തിലും അസമത്വം കാണാം. One can see inequality in the military sphere too. സൈനിക മേഖലയിലും അസമത്വം നമുക്ക് കാണാം. Some developed countries are invading other countries. അപ്പോൾ ചില വികസിത രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ കയറുന്നു. They start to interfere in other countries' internal matters. അവർ മറ്റ് രാജ്യങ്ങളുടെ ഇന്റേണൽ മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നു. America laid out military bases in Okinawa and Guam. അപ്പോൾ അമേരിക്ക ജപ്പാനിലുള്ള ഒക്കിനാവയിലും അതുപോലെ തന്നെ ഗുവാമിലും ഒക്കെ മിലിറ്ററി ബേസുകൾ സ്ഥാപിച്ചു. So, when internal strife occurred in the Philippines, soldiers from Okinawa and Guam interfered. ഇതിന്റെ ഫലമായിട്ട് ഒരിക്കൽ ഫിലിപ്പൈൻസിൽ ആഭ്യന്തര കലഹമുണ്ടായി. അപ്പോൾ ഈ ഒക്കിനാവയിലും ഗുവാമിലും ഉള്ള സൈനികർ അങ്ങോട്ടേക്ക് ഓടിപ്പോയി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ടു. Another aspect of corporate globalism is privatization. കോർപ്പറേറ്റ് ഗ്ലോബലിസത്തിന്റെ വേറൊരു സ്വഭാവം എന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണമാണ്. This has created inequality. ഈ പ്രൈവറ്റൈസേഷനും അസമത്വം ഉണ്ടാക്കി. When the Soviet Union disbanded in 1991, privatization started in Russia. അപ്പോൾ 1991 സോവിയറ്റ് യൂണിയൻ ഇല്ലാണ്ടായപ്പോൾ റഷ്യയിൽ പ്രൈവറ്റൈസേഷൻ വന്നു. This has led to the emergence of gangster capitalism in Russia. ഇതിന്റെ അനന്തര ഫലമായിട്ട് റഷ്യയില് ഗാങ്സ്റ്റർ ക്യാപിറ്റലിസം വന്നു. 1990-കളിലെ റഷ്യയുടെ എക്കണോമിക് സിസ്റ്റത്തിനെയാണ് ഈ ഗാങ്സ്റ്റർ ക്യാപിറ്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയമാണ് ഈ ഗാങ്സ്റ്റർ ക്യാപിറ്റലിസം ഉണ്ടാവുന്നത്. ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിസിനസ് സെക്ടേഴ്സ് മാഫിയ ഒളിഗാർക്സിൻ്റെ കയ്യിലായി. അവർ ഈ ടൈം ഒരുപാട് പൈസ ഉണ്ടാക്കി. അവരൊക്കെയാണ് ഈ ഗാങ്സ്റ്റർ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗം. ഈ ഗാങ്സ്റ്റർ ക്യാപിറ്റലിസം വന്നതോടുകൂടി ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പുറത്ത് വിൽക്കുന്ന വിലയിലല്ല റഷ്യയിൽ വിൽക്കാൻ തുടങ്ങിയത്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ വിൽക്കാനൊക്കെ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Many countries are doing privatization. ഒരുപാട് രാജ്യങ്ങൾ സ്വകാര്യവൽക്കരണം ചെയ്യുന്നു. P. Seynath says that only Japan kept aloofness from privatization. P. Seynath പറയുന്നത് ജപ്പാൻ മാത്രമാണ് സ്വകാര്യവൽക്കരണത്തിൽ നിന്ന് മാറി നിന്നത്. That is why the standard of living of the lowest 20% of the Japanese population is far better than the lowest 20% of the American population. അപ്പോൾ ജപ്പാനിലെ ജനസംഖ്യയിലെ ലോവസ്റ്റ് 20% ജീവിത രീതി എന്ന് പറയുന്നത് അമേരിക്കയിലെ ജനസംഖ്യയുടെ ലോവസ്റ്റ് 20% വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലാണ് അവർ ജീവിക്കുന്നത്. Then P. Seynath says that when an economic crisis happens, there arise fundamentalism and neo-fascism. എന്നിട്ട് P. Seynath പറയുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവിടെ ഫണ്ടമെന്റലിസവും ന്യൂ ഫാസിസവും വളരുന്നു. ഫണ്ടമെന്റലിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആശയത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് മതപരമായ ആശയങ്ങളിൽ
ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത്. ന്യൂ ഫാസിസം എന്ന് പറയുന്നത് ഫാസിസത്തിൽ നിന്നും പ്രചോദനം കൊണ്ട ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ്. യൂറോപ്പിലാണ് അത് വന്നത്. ദെൻ ഈ ന്യൂ ഫാസിസ്റ്റുകൾ ദേശീയതയ്ക്ക് ഭയങ്കര പ്രാധാന്യം നൽകുന്നു. അതുപോലെ മാർക്സിസ്റ്റ് ആശയങ്ങൾക്കും മറ്റ് ലെഫ്റ്റ് വിങ് ആശയങ്ങൾക്കും എതിരാണ്. He says that the world needed $28 billion for satisfying everyone's basic needs every year. ഓരോ വർഷവും ഓരോ വ്യക്തികളുടെയും അടിസ്ഥാന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ലോകത്തിന് $28 ബില്യൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അടുത്ത കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇനി അങ്ങോട്ട് ഈ 2004 അതിന് മുന്നിലത്തെ വർഷത്തിലും ഈ ലോകത്ത് എന്തൊക്കെ നടന്നോ പല സംഭവങ്ങൾ പീസ് ചെയ്യുന്നത് ഈ ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് റിസർച്ചും കുറച്ച് റെഫറൻസും നടത്തിയിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ കണ്ടന്റ് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളും ഒന്ന് റിസർച്ചും കുറച്ച് റെഫറൻസും നടത്തണം. ഈ 2004 മുമ്പ് നടന്ന സംഭവങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിനെ റിലേറ്റ് ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി. കാരണം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അടുത്ത് കണ്ടന്റിന്റെ കൂടെ ചേർത്തിട്ടുള്ളത്. ഓക്കെ. Though corporate globalism is flourishing, people are revolting against it. കോർപ്പറേറ്റ് ഗ്ലോബലിസം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ അതിനെതിരെ പ്രതികരിക്കുന്നു. This can be seen in the Bolivian gas conflict. ഇത് നമുക്ക് ബൊളീവിയൻ ഗ്യാസ് കോൺഫ്ലിക്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. ബൊളീവിയൻ ഗ്യാസ് കോൺഫ്ലിക്റ്റിൽ എന്താ സംഭവിച്ചത്? ബൊളീവിയയിലെ നാച്ചുറൽ ഗ്യാസസിനെ പുറത്തുനിന്ന് വരുന്നവർ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. നമ്മൾ അവരത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചു. അവർ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി. അവർ പറഞ്ഞത് അവരുടെ നാട്ടിലെ ഹൈഡ്രോ കാർബൺ റിസോഴ്സുകൾ ദേശീകരിക്കണം. ഇനി ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ 2003 ഇറ്റ് റീച്ച്ഡ് ഇറ്റ്സ് സെനിത്ത്. 2003 ആയപ്പോഴേക്കും ഇതിനെതിരെ ഈ അഴിമതിക്കെതിരെ ആൾക്കാർ ഭയങ്കരമായിട്ട് സമരമൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? പീപ്പിൾ ഫോഴ്സ്ഡ് പ്രസിഡന്റ് ഗോൺസാലോ സാnchez ഡി ലോസാഡ ടു റിസൈൻ. അപ്പോൾ ജനങ്ങൾ അന്നത്തെ പ്രസിഡന്റായ ഗോൺസാലോ സാnchez ഡി ലാസഡയോ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. ദാസ് ഹി ലോസ്റ്റ് ഹിസ് പൊസിഷൻ. അങ്ങനെ അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്ന സ്ഥാനം നഷ്ടമായി. Similarly, there occurred an unsuccessful coup d'etat in Venezuela in 2002. അപ്പോൾ 2002 വെനിസ്വേലയിൽ അന്നത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം നടന്നു. നിങ്ങളുടെ ടെസ്റ്റിൽ കൂടറ്റായ്ക്ക് പകരം കൂ എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. COUP. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ദ അറ്റംപ്റ്റ് വാസ് ടു ഓവർത്രോ പ്രസിഡന്റ് ഹ്യൂഗോ ചാവസ്. അപ്പോൾ അന്ന് നടന്ന അട്ടിമറി എന്തായിരുന്നു? അന്നത്തെ പ്രസിഡന്റ് ഹ്യൂഗോ ചാവസിനെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കാനാണ് ശ്രമിച്ചത്. ബട്ട് ഹി ഗോട്ട് ഹിസ് പൊസിഷൻ ബാക്ക് വിത്തിൻ 42 hours ബിക്കോസ് പീപ്പിൾ സപ്പോർട്ടഡ് ഹിം. എന്നാൽ അദ്ദേഹത്തിന് 42 മണിക്കൂറിനകം അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചു. കാരണം ജനങ്ങൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഓൾസോ പീപ്പിൾ പ്രൊട്ടസ്റ്റഡ് അഗൈൻസ്റ്റ് ദി ഇറാഖ് വാർ. അതുപോലെ ആൾക്കാർ ഇറാഖ് യുദ്ധത്തിനെതിരെ പ്രതിഷേധിച്ചു. ഈ ഇറാഖ് യുദ്ധം എന്തുകൊണ്ടാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയായിരിക്കും. സെപ്റ്റംബർ 11, 2001 US 4 അറ്റാക്കുകൾ ഒരു ടെററിസ്റ്റ് സംഘടന നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഇറാഖ് വാറൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ സമയം ഒരു പ്രചാരണം ഉണ്ടായിരുന്നു ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസീവ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ വെപ്പൺസുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നതിനിടെ മനസ്സിലായി ഇങ്ങനെ വെപ്പൺസ് ഓഫ് മാസീവ് ഡിസ്ട്രക്ഷൻ ഒന്നും അവിടെ ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ ആൾക്കാർ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇനി അത് കാരണം എന്തൊക്കെ സംഭവിച്ചെന്ന് നോക്കാം. ദെൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയർ സപ്പോർട്ടഡ് ദ ഇറാഖ് വാർ. ആ സമയത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ ടോണി ബ്ലെയർ ഇറാഖ് വാറിനെ പിന്തുണച്ചു.
Owing to this, his popularity waned. ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറഞ്ഞു. Likewise, when the presidential election occurred in the US in 2004, George W. Bush had fearful of defeat because people protested against the Iraq War. അപ്പോൾ 2004 US-ലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുമ്പോൾ ജോർജ് ഡബ്ല്യു ബുഷിന് ഒരു പേടിയുണ്ടായിരുന്നു അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്ന്. കാരണം ഇറാഖ് വാർ നടത്താൻ അദ്ദേഹമാണ് ഓർഡർ കൊടുത്തത്. അപ്പോൾ ആൾക്കാർ ഇറാഖ് വാറിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അദ്ദേഹം പേടിച്ചത്. ദെൻ ദേ കണ്ടക്റ്റഡ് ആൻറ്റി വാർ റാലീസ്. അപ്പോൾ അന്നത്തെ ജനങ്ങൾ യുദ്ധവിരുദ്ധ റാലികളൊക്കെ നടത്തി. People in many places like Seattle, Cancun, Davos, etc. protested against the inequality that had been created by globalization. ആഗോളവൽക്കരണം അസമത്വമുണ്ടാക്കി. അസമത്വത്തിന് എതിരെ സിയാറ്റൽ, കൺകൺ, ഡേവോസിലേക്ക് ജനങ്ങൾ പ്രതികരിച്ചു. These protesters are trying to create a transnational public unity. അപ്പോൾ ഇങ്ങനത്തെ പ്രതിഷേധക്കാര് എന്താണ് നാഷണൽ ബൗണ്ടറീസിന് അതീതമായിട്ട് ഒരു ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചു. People are raising voice for minority rights, providing social justice to everyone, equality, etc. അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾക്കും എല്ലാ പേർക്കും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനും സമത്വത്തിനും വേണ്ടി ജനങ്ങൾ അവരുടെ ശബ്ദം ഉയർത്തി. കാരണം ഇതെല്ലാം ഗ്ലോബലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ. The challenge is to merge these to create a new world. നമ്മുടെ ഇപ്പോഴത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആശയങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുതിയൊരു ലോകം ഉണ്ടാക്കുന്നതാണ്. അവിടെ എന്താണ് എല്ലാവർക്കും സമത്വം ഉറപ്പാക്കണം. ഇത്രയേ ഉള്ളൂ സമ്മറി. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.